കയ്യിലെ ലഞ്ച് ബോക്സിൽ ബ്രേക്ക്ഫാസ്റ്റ്, 11 മണിക്കുള്ള ലഘുഭക്ഷണം, ഉച്ചയ്ക്ക് ഊണ്, കുടിക്കാൻ വെള്ളം, തോളിൽ സ്കൂൾ ബാഗുമായി സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവർക്ക് സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം നാം തിരഞ്ഞെടുക്കുന്നതും അവരോടുള്ള നിറഞ്ഞ വാത്സല്യത്തോടെ തന്നെയാണ്. പക്ഷേ അവർ ഭക്ഷണം കഴിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളും വാട്ടർ ബോട്ടിലുകളും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഭക്ഷണവും വെള്ളവും ചൂടോടുകൂടി പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ച് സ്കൂളിൽ കൊടുത്തുവിടുമ്പോൾ ഭക്ഷണവുമായി ഈ പ്ലാസ്റ്റിക്കിന് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? അത് നിങ്ങളുടെ കുട്ടികളിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. അതുപോലെ നിങ്ങൾ ഓഫീസിൽ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ മീൻകറിയും മോരുകറിയും ഒക്കെ വീട്ടിൽ നെയ്യോ ജ്യൂസോ പാൽപ്പൊടിയോ അച്ചാറോ വാങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലാണ് സാധാരണ കൊണ്ടുപോകുക. മിനറൽ വാട്ടർ വാങ്ങിയ ബോട്ടിലിൽ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകും. എന്നാൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാകുമോ എന്ന് ആരും ചിന്തിക്കാറില്ല. എന്നാൽ അറിയുക, പ്ലാസ്റ്റിക്കിന് ഉറപ്പുവരാൻ ചേർക്കുന്ന രാസവസ്തുവായ ബിസ്ഫിനോൾ എ ഭക്ഷണത്തിലൂടെ പതിവായി ശരീരത്തിലെത്തിയാൽ വന്ധ്യത മുതൽ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന ഇൻഫർമേഷനാണ് എത്നി ഹെൽത്ത് കോഡ് ഇവിടെ വിശദീകരിക്കുന്നത്. നിയമപ്രകാരം എല്ലാ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെയും അടിയിൽ ത്രികോണാകൃതിയിൽ ഒരു അടയാളവും അതിനുള്ളിൽ ആ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള 1 മുതൽ 7 വരെയുള്ള നമ്പറുകളും ഉണ്ടാവും. പ്ലാസ്റ്റിക് ബോട്ടിലിന് അടിയിൽ 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ബോട്ടിലുകൾ ഒരു തവണ മാത്രം ഉപയോഗിക്കാനുള്ളവയാണ്. ഈ ബോട്ടിലിലെ പ്ലാസ്റ്റിക് ഘടകങ്ങൾ ബാക്ടീരിയകൾക്ക് വളരാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കുന്നവയും ചൂടുള്ള വസ്തുക്കൾ നിറച്ചാൽ റിയാക്ഷൻ ഉണ്ടാകുന്നവയുമാണ്. നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്ന 80% വാട്ടർ ബോട്ടിലുകളിലും മിനറൽ വാട്ടർ ബോട്ടിലുകളിലും അടിയിൽ 1 എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തവണ മാത്രം ഉപയോഗിച്ച് കളയേണ്ട തരം പ്ലാസ്റ്റിക് കൊണ്ടുള്ള വാട്ടർ ബോട്ടിലുകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വർഷം മുഴുവൻ കുടിവെള്ളം കൊണ്ടുപോകുന്നത്. ബോട്ടിലിന്റെയോ പാത്രത്തിന്റെയോ അടിയിൽ ത്രികോണാകൃതിയിലെ അടയാളത്തിൽ 2, 4, 5 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിൽ ഭക്ഷണമോ വെള്ളമോ കറികളോ നിറയ്ക്കാൻ പാടുള്ളൂ. എന്നാൽ ചില ബിരുദന്മാർ ബോട്ടിലുകളിൽ നമ്പറുകളെ രേഖപ്പെടുത്താറില്ല. ഇത്തരം ബോട്ടിലുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ ടിഫിൻ ബോക്സുകളോ വാട്ടർ ബോട്ടിലോ വാങ്ങുമ്പോൾ അടിയിൽ 2, 4, 5 എന്നീ നമ്പറുകൾ ഉള്ളവ മാത്രം വാങ്ങുക. നമ്പർ രേഖപ്പെടുത്താത്തതോ 1, 3, 6, 7 എന്നീ നമ്പറുകൾ രേഖപ്പെടുത്തിയ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ബോട്ടിലുകളോ യാതൊരു കാരണവശാലും ഭക്ഷണമോ വെള്ളമോ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കരുത്. വെയിലത്ത് വച്ചിരിക്കുന്ന മിനറൽ വാട്ടർ ബോട്ടിലിൽ നിന്നും ഒരിക്കലും വെള്ളം കുടിക്കരുത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഷെയർ ചെയ്ത് പരമാവധി പ്രചരിപ്പിക്കുക. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് etnihealthcode.com.